ജാസ്മിൻ ഇന്നും കരച്ചിൽ തന്നെയാണ്. ജാസ്മിൻ ഗബ്രിയോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്ന് കരയുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായിട്ട് ജാസ്മിൻ ഇങ്ങനെ കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ്. മെയിനായിട്ട് പുറത്തെ കാര്യങ്ങളും വീട്ടിലുള്ള മറ്റ് കണ്ടസ്റ്റൻസ് ജാസ്മിനെ പരിഗണിക്കുന്നില്ല എന്നൊരു പ്രശ്നം ജാസ്മിനുണ്ട്. ജാസ്മിൻ കരയുമ്പോഴാണെങ്കിലും വിഷമിക്കുമ്പോഴൊന്നും ആരും തന്നോടൊന്നും ചോദിക്കുന്നില്ലല്ലോ, സമാധാനിപ്പിക്കുന്നില്ലല്ലോ എന്നൊക്കെയാണ് ജാസ്മിന്റെ ഒരു പ്രോബ്ലം. ഇതിൽ മറ്റ് കണ്ടസ്റ്റൻസിനെയും കുറ്റം പറയാൻ പറ്റില്ല. ഇന്നലെയൊക്കെ ലൈവിൽ നമ്മൾ കാണുന്നുണ്ടായിരുന്നു കുറച്ച് പേര് ജാസ്മിൻ നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജാസ്മിൻ അവരോടും അങ്ങനെ തുറന്നു പറയുന്ന ഒരാളല്ല. എപ്പോഴും ഗബ്രിയോട് മാത്രമായി സംസാരിച്ചു പോയതുകൊണ്ട് തന്നെ മറ്റുള്ള കണ്ടസ്റ്റൻസിനോടൊന്നും അങ്ങനെ ഓപ്പൺ ആയിട്ട് പല കാര്യങ്ങളും ജാസ്മിൻ സംസാരിക്കാറില്ല. ജാസ്മിൻ കരയുവാണെങ്കിൽ തന്നെ ഹൈഡ് ചെയ്ത് കരയാനൊക്കെയാണ് ജാസ്മിൻ നോക്കാറുള്ളത്. മറ്റുള്ളവർ കാണാതെ കരയാനും അങ്ങനെയൊക്കെ ജാസ്മിൻ ശ്രമിക്കാറുണ്ട്. പിന്നെ ശരിക്കും പറഞ്ഞാൽ റസ്മിന്റെയും ഗബ്രിയുടെയും മുമ്പിൽ മാത്രമാണ് കുറച്ചുകൂടി തുറന്ന് സംസാരിച്ചിട്ടുള്ളൂ. അങ്ങനെ കരയുവാണെങ്കിലും അങ്ങനെയൊക്കെ താനോട് വിഷമിക്കുമ്പോൾ ആരും തനിക്ക് ഇല്ലാന്നൊക്കെ ജാസ്മിൻ ഗബ്രിയോട് പറയുമ്പോൾ ഗബ്രി പറയുന്നുണ്ട്, നിനക്ക് റസ്മിൻ ഉണ്ടല്ലോ, അപ്സര ഉണ്ടല്ലോ, നീ സങ്കടപ്പെടുമ്പോൾ അർജുൻ സങ്കടപ്പെടുന്നുണ്ട്, ശ്രീതു സങ്കടപ്പെടുന്നുണ്ട്, മെയിനായിട്ട് ഞാൻ സങ്കടപ്പെടുന്നുണ്ടെന്ന്. ഗബ്രി പറഞ്ഞതുപോലെ അവരാരും എന്തായാലും സങ്കടപ്പെടുന്നില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഗബ്രി സങ്കടപ്പെടുന്നുണ്ടോ എന്ന് തന്നെ സംശയമുണ്ട്. മിക്ക കാര്യങ്ങളും കാണുമ്പോൾ ഗബ്രിയുടെ ആക്ടിംഗ് ആണെന്ന് തോന്നുന്നുണ്ട്. ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കണമെന്നുണ്ടെങ്കിൽ പോലും വിടാതെ പിടിച്ചു വെച്ചിരിക്കുകയാണ് ഗബ്രി. ജാസ്മിനും ഗബ്രിയും കൂടിയാണ് ഈ കോംബോ ഒക്കെ തുടങ്ങിയത്. പക്ഷെ ഇപ്പൊ ജാസ്മിൻ അത് വേണ്ടാന്ന് ശരിക്കും തോന്നുന്നുണ്ട്. ഗബ്രിയുടെ ഒരു പ്ലാൻ എന്ന് വെച്ചാൽ ഗബ്രി ഇമോഷണലി ഇങ്ങനെ ജാസ്മിനോട് പറയുമ്പോൾ എനിക്ക് നീ ഇല്ലാണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി സെന്റിമെന്റ്സിലൊക്കെ ജാസ്മിൻ അങ്ങ് പിടിച്ചു നിർത്തും. അതാണ് ജാസ്മിൻ അവിടെ പറ്റുന്നത്. ഇത്രനാൾ ഒന്നിച്ച് നിൽക്കുകയും ചെയ്തു, ഇപ്പൊ വിട്ടു പോരാനും പറ്റുന്നില്ല, പെട്ടുപോയി എന്ന് പറയാലോ. അങ്ങനെയാണ് ജാസ്മിന്റെ അവസ്ഥ. ഗബ്രീനേക്കാളും കൂടുതൽ പുള്ളിക്കാരിയാണ് പുറത്തും അകത്തും നെഗറ്റീവ് ആയെന്നും പുള്ളിക്കാരിക്ക് ഒരു തോന്നലുണ്ട്. അതുമാത്രമല്ല ഇന്നലെ സിബിൻ ഒരു ഡയലോഗ് ജാസ്മിനോട് പറയുകയുണ്ടായി. സിബിനും ഋഷിയും തമ്മിലുള്ള വഴക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി ജാസ്മിൻ മീറ്റിംഗ് വയ്ക്കുകയും അത് കേട്ട് സിബിന്റെ കാര്യം സംസാരിച്ചോളോ എന്ന് പറയും. ജാസ്മിൻ അവിടെ ഇരുത്തുക ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സിബിനോട് ചെന്ന് ജാസ്മിൻ സംസാരിക്കുമ്പോൾ ചോദിക്കണ്ടേ ഞാൻ അതുപോലെ തന്നെ പറയില്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ സിബിൻ പറയുന്നുണ്ട്, ഇല്ല നീ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവേ ആവത്തുള്ളൂ, ഇവിടെ എല്ലാവരും നിനക്ക് എതിരാണ്, അപ്പൊ അവർ എനിക്കും കൂടെ എതിരാവുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞു. ജാസ്മിൻ അപ്പൊ ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഉള്ളവരൊന്നും ജാസ്മിനോട് മിണ്ടാത്ത, ജാസ്മിൻ ഓൾറെഡി നെഗറ്റീവ് ആണല്ലോ, മറ്റുള്ള കണ്ടസ്റ്റൻസും നെഗറ്റീവ് ആവും എന്നോർത്തിട്ടാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ കാര്യങ്ങൾ പറഞ്ഞ് ആരും മിണ്ടാത്തതും പുറത്തെ കാര്യങ്ങളും ഒക്കെ പ്രശ്നമായിട്ട് ജാസ്മിൻ അങ്ങനെ കുറെ ദിവസങ്ങളായി കരച്ചിൽ തുടങ്ങിയിട്ട്. അതിന്റെ ഇടയ്ക്ക് വീട്ടിൽ നിന്ന് ഡ്രസ്സ് അയച്ചില്ല എന്നുള്ള പ്രശ്നവും ജാസ്മിനുണ്ട്. അവിടെയുള്ള കണ്ടസ്റ്റൻസിൽ വെച്ച ഒരു സ്ട്രോങ് പ്ലെയർ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ജാസ്മിൻ. ഒറ്റയ്ക്ക് കളിച്ച ജാസ്മിൻ അടിപൊളിയായിട്ട് തന്നെ കളിക്കാൻ പറ്റും. പക്ഷെ ഗബ്രിയുടെ ഇമോഷൻസിൽ ജാസ്മിൻ വീണു പോവുകയാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഗബ്രി ഫുൾ ആക്ടിംഗ് ആണോ? എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കൂടുതൽ ബിഗ് ബോസ് വീഡിയോകൾക്കും ബിഗ് ബോസിന്റെ ലേറ്റസ്റ്റ് ലൈവ് അപ്ഡേറ്റ്സിനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം.